കേരളത്തിന്റെ ചരിത്രവർത്തമാനങ്ങൾ പറഞ്ഞ് ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസിന്റെ കാസർഗോഡ് ജില്ലാതല മത്സരം. വിദ്യാനഗറിലെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ സ്കൂൾ തലത്തിൽ നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളും കോളേജ് തലത്തിൽ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഒന്നാം സ്ഥാനം സ്വന്തമാക്കി. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. വിദ്യാനഗറിലെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജായിരുന്നു ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസിന്റെ കാസർഗോഡ് ജില്ലാതല മത്സരത്തിന്റെ വേദി. രാവിലെ നടന്ന സ്കൂൾ തല മത്സരത്തിൽ 18 ടീമുകൾ പങ്കെടുത്തു. പ്രാഥമിക റൗണ്ടിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 6 ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവസാനഘട്ട മത്സരം നടത്തിയത്. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മത്സരത്തിലെ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് 2ാം സ്ഥാനം. അട്ടെങ്ങനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനക്കാരുമായി. ഇതിലൂടെ ഈ 3 ടീമുകളും സംസ്ഥാനതല മത്സരത്തിനുള്ള യോഗ്യത നേടി. രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള സി ശ്രീദേവി, കെ അശ്വിൻ രാജ്, ചീമേനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള ശിവദ എസ് പ്രജിത്ത്, കെ വി അമൽ, അട്ടെങ്ങനം ഹയർ സെക്കൻഡറി സ്കൂളിലെ യു കെ അഭിനവ്, എസ് കെ ശബരിനാഥ് എന്നിവരാണ് വിജയിച്ച ടീം അംഗങ്ങൾ. ജില്ലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ആദ്യഘട്ട മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. കേരളത്തിന്റെ സമരചരിത്രത്തിൽ കാസർഗോഡിന്റെ സംഭാവനയായ കാടകം സത്യാഗ്രഹവും നാടിന്റെ വികസന കാഴ്ചകളുമെല്ലാം മത്സരത്തിൽ വിഷയങ്ങളായി. പ്രാചീന കേരളത്തിൽ തുടങ്ങി നാടിന്റെ ചരിത്രവും വർത്തമാനവും കടന്ന് ഭാവിയിലേക്കുയർത്തിയ പ്രതീക്ഷകളുടെയും നേർസാക്ഷ്യം കൂടിയായി ക്വിസ് മത്സരം. 2 ഘട്ടങ്ങളിലായി 62 ചോദ്യങ്ങളാണ് മത്സരത്തിൽ ഉൾപ്പെടുത്തിയത്. തിരുവല്ല മാർത്തോമ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ GK ആഗ്നേയ ക്വിസ് മാസ്റ്ററായി മത്സരങ്ങൾ നിയന്ത്രിച്ചു. അധ്യാപകനായ പ്രജീഷ് സാങ്കേതിക പിന്തുണ നൽകി. അറിവിന്റെയും വിനോദത്തിന്റെയും വാതിലുകൾ തുറന്നിട്ട കോളേജ് തല ക്വിസ് മത്സരം കാണികൾക്ക് സമ്മാനിച്ചത് വേറിട്ടൊരനുഭവമാണ്. 31 ടീമുകൾ മാറ്റുരച്ച പ്രാഥമിക റൗണ്ടിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 6 ടീമുകൾ ഫൈനലിൽ ഏറ്റുമുട്ടി. കേരളത്തിലെ കേക്ക് പരിചയപ്പെടുത്തിയ മാമ്പള്ളി ബാപ്പുവും ഇന്ത്യയിലെ ആദ്യത്തെ വനമ്യൂസിയമായ കുളത്തുപുഴയും ചരിത്രമുറങ്ങുന്ന മൊയ്തുപാലവും ചോദ്യങ്ങളായി എത്തിയപ്പോൾ അത് മത്സരാർത്ഥികൾക്കും സദസ്സിനും പുത്തൻ അറിവുകളായി മാറി. ചരിത്രത്തിലെ ഹിറ്റ്ലർ മുതൽ വികസന ചർച്ചകളിലെ ശബരി റെയിൽവേയും പുത്തൻ ജെൻസി പദങ്ങളും മത്സരത്തിന്റെ ആവേശം കൂട്ടി. കാസർഗോഡ് ജില്ലയുടെ നേട്ടങ്ങളായ ബെഡ്ഡക്കയിലെ ആട് ഫാമും EMS സ്റ്റേഡിയവുമെല്ലാം ചോദ്യത്തിനിടം നേടി. കാണികളുടെ സജീവമായ പങ്കാളിത്തവും മത്സരത്തിന് ഉടനീളം ഊർജം പകർന്നു. കോളേജ് വിഭാഗത്തിൽ പടന്നക്കാട് നെഹ്റു കോളേജിലെ കെ അഭിനീതും CA അഞ്ജലിയും 1ാം സ്ഥാനം നേടി. കാസർഗോഡ് ചാരയിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലെ ടി ആതിര CM ശ്രീജയ ടീമിനാണ് 2ാം സ്ഥാനം. എളേരിത്തട്ട് EK നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ സരിക പ്രശാന്ത്, കെ നകുൽ കൃഷ്ണൻ ടീം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മത്സരത്തിന്റെ സമാപനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പങ്കാളിത്തത്തോടുകൂടി നടക്കുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് പലതരത്തിലുള്ള ആകർഷണത്വമുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരിലാണ് CM മെഗാ ക്വിസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രൗഢോജ്വലത തന്നെയുണ്ട്. അതിന്റെ പ്രാഥമിക തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള മത്സരങ്ങൾക്ക് പ്രത്യേകമായ ക്രൈറ്റീരിയ നിശ്ചയിച്ച് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ മത്സരങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിജയികൾക്കുള്ള സമ്മാന വിതരണവും അദ്ദേഹം നിർവഹിച്ചു. യോഗത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ജിജോ P ഉലഹന്നാൻ അധ്യക്ഷനായി. ക്വിസ് മാസ്റ്റർ ഡോക്ടർ GK ആഗ്നേയ്, കോളേജ് യൂണിയൻ ചെയർമാൻ M മുരളീകൃഷ്ണൻ, NSS വളണ്ടിയർ യൂണിറ്റ് പ്രതിനിധി അഭിനേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M മധുസൂദനൻ സ്വാഗതവും അസിസ്റ്റന്റ് എഡിറ്റർ AP ദിൽന നന്ദിയും പറഞ്ഞു. DD ഇൻചാർജ് P സത്യഭാമ, അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഹാഷിംഗ് ചാലിക്കര തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.